രണ്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് കൈ കൂപ്പി നിങ്ങൾ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അല്ല, അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പുറത്തുനിന്ന് ചിലർ എത്തിച്ചു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുൻപെങ്ങുമില്ലാത്ത മുന്നേറ്റങ്ങളിലൂടെ നീങ്ങുന്ന കാലം തന്നെയാണിത്. ഒരുപാട് സാക്ഷ്യപത്രങ്ങൾ, നാക് അക്രഡിറ്റേഷനും NIRF റാങ്കിങ്ങും ദേശീയ അന്തർദേശീയ റാങ്കിംഗ് പ്രക്രിയയിലൊക്കെ മികവാർന്ന നേട്ടങ്ങൾ സമാഹരിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇപ്പം നിൽക്കുന്നത്. ആ മുന്നേറ്റത്തെ തടയുന്നതിന് ബോധപൂർവം നടത്തുന്ന ബാഹ്യ ഇടപെടലുകൾ, ബാഹ്യ എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെ സഹായിക്കേണ്ടുന്നവർ എന്ന് നമ്മൾ വിളിക്കേണ്ടുന്ന ചില ആളുകൾ തന്നെ അതിനെ പിന്നോട്ടടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും അതിൽ പ്രയാസമാണ് തോന്നേണ്ടത്. ഇത്തരത്തിലുള്ള സ്വേച്ഛാധിപത്യ കേന്ദ്രീകരണ പരിശ്രമങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മേന്മയും വളർച്ചയുമല്ല ഇക്കൂട്ടരുടെ ലക്ഷ്യം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. നിങ്ങൾ പറഞ്ഞു 2 ജഡ്ജിമാർ കൈകൂപ്പി പറയേണ്ടി വന്നു എന്ന്. അത് ആരാ ആ പ്രശ്നം ഉണ്ടാക്കുന്നത്? അത്തരത്തിലുള്ള പ്രതിസന്ധി ആരാ സൃഷ്ടിക്കുന്നത്? നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ സർവകലാശാലകളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത് ആരാണ് എന്ന് ഓരോ ദിവസം കൂടുന്തോറും വ്യക്തമായിട്ട് വരികയാണ്. കഠിനാധ്വാനം ചെയ്തിട്ടാണ് കേരളത്തിലെ സർവകലാശാലകൾ ഈ നേട്ടങ്ങൾ ആർജിക്കുന്നത്.